ഹലോ എവരിബഡി. എൻ്റെ മംഗ്ലീഷ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം ടു എവരിബഡി. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ആൾക്കാർ, ബേസിക് എന്ന് പറഞ്ഞാൽ അത്രയും ബേസിക്, അവർക്ക് ആൽഫബറ്റ്സ് മുതൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എങ്ങനെ പഠിപ്പിക്കാം, അതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിതിൽ വന്നിരിക്കുന്നത്. സോ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും. ബേസിക്കലി ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ ആകെ വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ആർ യു, ഇതല്ലാണ്ട് അവർക്ക് ഒന്നും അറിയില്ല. സോ ഹൗ ക്യാൻ വി ടീച്ച് ദം സം ടിപ്സ്? ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവരാദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സത്യം പറയുകയാണെങ്കിൽ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നും കൂടി അതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. ചിലവർക്ക് അതൊരു എംബാരസ്മെന്റ് എന്ന് വെച്ചാൽ ഒരു നാണക്കേടായിരിക്കും. ഞാൻ എങ്ങനെയാ, ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാരായിരിക്കും, മേ ബി ഇന്ന് 40 years ആയിരിക്കും, മേ ബി 50 ആയിരിക്കും, മേ ബി 60 ആയിരിക്കും, അല്ലെങ്കിൽ എത്ര അതാണെങ്കിലും അവർക്ക് മലയാളം മീഡിയം സ്കൂളിലായിരിക്കും, ഗവൺമെന്റ് സ്കൂളിലായിരിക്കും പഠിച്ചത്. സോ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. ബേസിക് ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതെങ്ങനെ ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കാൻ അവരുടെ മക്കളുടെ മുന്നിലോ അല്ലെങ്കിൽ മരുമക്കളുടെ മുന്നിലോ ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കും. കുറച്ച് നേരത്തേക്ക് മാത്രം, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ പഠിച്ചത് എന്താണ്, എല്ലാ ആൽഫബറ്റ്സ് കൊടുക്കുക. നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ആയിക്കോട്ടെ, എല്ലാ ആൽഫബറ്റ്സ് A to Z വരെ എല്ലാ ആൽഫബറ്റും കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഓരോ ആൽഫബറ്റ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടാവും. ABCD പോട്ടെ, E ഫോർ എഗ്, F ഫിഷ്, അല്ലെങ്കിൽ ഫാമിലി. ഓക്കെ, G എന്താണ്, ഗെയിം. ഓക്കെ, ഇങ്ങനെ അതൊരു ഗെയിമായിട്ട്, ഒരു രസമായിട്ട് എടുക്കുക. വേണമെങ്കിൽ പല കളേഴ്സ് ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോ ആൽഫബറ്റ്സിന്റെ കൂടെ ഓരോ വേർഡ് ചേർക്കുക. സോ ടേക്ക് ഇറ്റ് ആസ് എ ഫൺ. അതാണ് ഫസ്റ്റ് കാര്യം മനസ്സിലാക്കണം. ഒരു ഫണ്ണായിട്ട് എടുക്കുക, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ കാര്യം, കോൺഫിഡൻസ്. നമുക്ക് ആദ്യം കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവുക തന്നെ ഇല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ തന്നെ അറിയണ്ടാവില്ല, അല്ലെ? മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർ എന്തായാലും ഇവിടെ ഈ ലോകത്തുണ്ടാവില്ല, വളരെ കുറവാണ്. എന്നാലും അവരുടെ ആരെങ്കിലും ഫാമിലിയിലോ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ അമ്മയോ മുത്തശ്ശോ ആർക്കാണെന്ന് വെച്ചാൽ അവര് നിങ്ങളെയൊക്കെ പഠിച്ചിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ നിങ്ങൾ ഈ പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കണം, അല്ലെ? അപ്പൊ അവർക്ക് ചെറിയ ചെറിയ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുക. യൂട്യൂബ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഒരു വീഡിയോ എങ്ങനെ കാണുക. അങ്ങനെ യൂട്യൂബിൽ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ പല തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വൗവൽസിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, ഇംഗ്ലീഷിലെ ബേസിക് സെന്റൻസുകളെ കുറിച്ചിട്ടുണ്ട്. എനിക്കൊരു സാധനം വേണം, ഐ വാണ്ട് ടു ബൈ വൺ തിങ്. എനിക്ക് പാല് വേണം, ഐ വാണ്ട് മിൽക്ക്, ഐ വാണ്ട് ടു ബൈ മിൽക്ക്. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സെന്റൻസുകൾ യൂട്യൂബിൽ ഇഷ്ടംമാതിരി ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ കുറേ ആൾക്കാർ ഇതിലിടുന്നുണ്ട്. അപ്പൊ അവർ യൂട്യൂബ് എങ്ങനെ തുറക്കും, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കും. ഒരു പ്രാവശ്യം അവർ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ, അല്ലെങ്കിൽ കാണുന്ന ആരാണെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയാൽ, ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ കോൺഫിഡൻസ് വരുന്നത് പല തരത്തിലാണ്. അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇതിലും പറയുന്നുണ്ട്, എങ്ങനെയാണ് കോൺഫിഡൻസ് വരുത്താന്നുള്ളത്. എന്നും കുറേശ്ശെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് ചെയ്ത് നോക്കുക. ഇന്ന് 5 മിനിറ്റ്, നാളെ 5 മിനിറ്റ്, മറ്റന്നാൾ 5 മിനിറ്റ്, അങ്ങനെ അങ്ങനെ കൂട്ടി അങ്ങനെ 10 മിനിറ്റ്, അരമണിക്കൂർ, അങ്ങനെ ചെയ്യും. എന്നും ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ നിങ്ങളും ഇതേമാതിരി പോസ്റ്റ് ചെയ്യണമെന്നില്ല. വെറുതെ എല്ലാ ദിവസവും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. വെറുതെ ഒരു 5 മിനിറ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്തൊക്കെയുണ്ട് വിശേഷം, അത് നിങ്ങൾ എന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ പോസ്റ്റ് ചെയ്യാല്ല, വീഡിയോ എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മളിൽ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി, ജസ്റ്റ് 5 minutes. ഓക്കെ, അങ്ങനെ ചെയ്ത് ഫൈനലി കുറേശ്ശെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. മൂന്നാമത്തെ കാര്യം, റീഡിങ്. എന്നും പതുക്കെ വായിക്കണതല്ല, നോട്ട് സൈലന്റ് റീഡ്. ഉറക്കം വായിക്കും. ഇംഗ്ലീഷ് ഉറക്കം വായിക്കാം. വൺസ് അപ്പോൺ എ ടൈം there was a village. The village was very beautiful. There was a small boy. അങ്ങനെ വായിച്ച് ഉറക്കം വായിക്കാം. എന്നിട്ട് ചിലപ്പോൾ 2 ലൈൻ വായിക്കുമ്പോഴേക്കും നമുക്കൊരു മടുപ്പ് വരും, ബുദ്ധിമുട്ട് വരും. പിറ്റേ ദിവസം സെയിം തന്നെ വായിക്കുക. അങ്ങനെ വായിച്ച് ഇങ്ങനെയാണ് നമ്മൾ പല തരത്തിൽ നമുക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് പറ്റും. മനസ്സിലായില്ല? അപ്പൊ എല്ലാം ഒരുമിച്ച് ലിങ്ക്ഡ് ആണ്. മൂന്നാമത്തെ കാര്യം, എഴുതുക. എന്നും ഒരു ജസ്റ്റ് വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതുക. ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ എന്തെങ്കിലും എഴുതുക, ചെറിയ സെന്റൻസ്.
ഒരു എക്സാമ്പിൾ പറയാം. ഐ വാണ്ട് മിൽക്ക്. മൈ ഫുഡ് ഈസ് വെരി ടേസ്റ്റി. എൻ്റെ ഭക്ഷണം ഭയങ്കര രുചികരമാണ്. ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. ഇന്ന് മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഓരോ പല കളറുകളുള്ള പേന എടുക്കാം, പെൻസിൽ എടുക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. പെൻസിൽ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, ഒന്ന് മായ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുക. നല്ലൊരു അടിപൊളി നോട്ട്ബുക്ക് മേടിക്കാം, നല്ല അടിപൊളി നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്ക് മേടിക്കാം. അപ്പൊ തന്നെ നമുക്ക് എഴുതാൻ തോന്നും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഒരിക്കലും എനിക്ക് നീ മതി, എനിക്ക് വേണ്ട, എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ശരിയാവണില്ല, ഇങ്ങനെയുള്ള ഈ ഐ കാൺ ഡു ദിസ്, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ, ഇങ്ങനെയുള്ള നെഗറ്റീവ് സെന്റൻസുകൾ ആദ്യമേ തന്നെ മാറ്റിവെക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ അക്ഷരങ്ങളിൽ നിന്ന് ആദ്യം അങ്ങനെയാണ് തുടങ്ങുക. മലയാളം ആണെങ്കിൽ ഒരാൾക്ക് മലയാളം പഠിക്കണമെങ്കിൽ എന്താ ചെയ്യാം? ആദ്യം അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് കുറേശ്ശെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറയും. ഞാൻ, വരൂ, അങ്ങോട്ട് പോവൂ, ഇങ്ങനെയല്ല നമ്മൾ ഒരാളെ പറയാം. നമ്മുടെ അടുത്തൊരു ഹിന്ദിക്കാരൻ വന്ന എങ്ങനെ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഇവിടെയും അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആദ്യമേ തന്നെ സമയം എടുക്കും. നാലാമത്തെ കാര്യം, ഡോണ്ട് ഗിവ് അപ്പ്, തോറ്റു കൊടുക്കരുത്. ലാസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, പേഷ്യൻസ്, ക്ഷമ കാണിക്കുക. ആദ്യമേ തന്നെ എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കത് പഠിക്കണം, എനിക്ക് പറ്റില്ല, അത് അപ്പോഴേക്കും നമ്മൾ ക്ലാസ് ഉപേക്ഷിച്ച് പോകണം, അത് എവിടെയാണെങ്കിലും, ഇവിടെ നല്ല ഏത് അക്കാഡമി പോയാലും ഏത് ട്രെയിനറോട് സംസാരിക്കുകയാണെങ്കിലും ക്ഷമ വേണം, നന്നായിട്ട് വേണം. എന്തായാലും 10-15 വർഷമൊന്നും എടുക്കില്ല. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തീ ഉണ്ടല്ലോ, ആ ഒരു ബേണിങ് ഫയർ, അതുണ്ടെങ്കിൽ തന്നെ ഒരു ആഗ്രഹം വേണം. ഓ, ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് എന്ത് വാക്കാണ്, ഷോ ഐ എം വെരി എക്സൈറ്റഡ് ടുഡേ, ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദ ക്ലാസ്. ആ ഒരു എക്സൈറ്റ്മെന്റ് വേണം. കുറെ ആൾക്കാർ ഞാൻ സംസാരിക്കുമ്പോൾ യെസ് മാം, യെസ് മാം, ഇത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. ഒരാൾ പറയുന്നില്ല ഐ എം വെരി എക്സൈറ്റഡ്, ലെറ്റ്സ് ഗോ ഫോർ ദ ക്ലാസ്. യെസ്, ഐ ലേൺഡ് ദിസ് ടുഡേ, ഇന്ന് ഞാൻ ഇത് പഠിച്ചു, ഇന്ന് ഞാൻ ഇത് വായിച്ചു. അങ്ങനെ എക്സൈറ്റ്മെന്റ് ഞാൻ കാണാറേ ഇല്ല. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് ഈ 5 കാര്യങ്ങൾ എല്ലാ ബിഗിനേഴ്സിനും ഈ 5 കാര്യങ്ങൾ ബാധകമാണ്. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇതിനിടയിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. ഐ ആം ദേർ ഫോർ യു.